ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം ചോദിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിത പുസ്തകത്തിലെ വചനങ്ങൾ നമുക്കറിയാവുന്നതാണ്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. മനുഷ്യൻ ഓരോന്ന് ആലോചിച്ച് വെക്കുന്നു, എന്നാൽ നടപ്പിൽ വരുത്തുന്ന കർത്താവാണ്. യേശയ്യാ പ്രവചനത്തെ 8-ാമത്തെ അധ്യായം നമുക്കറിയാം. നിങ്ങൾ കൂടി ആലോചിച്ചുകൊള്ളുവിൻ, എന്നാൽ ഒന്നും നടപ്പിൽ വരുത്തുകയില്ല, കാരണം നടപ്പിൽ വരുത്തുന്നത് കർത്താവാണ്. അതാണ് റോമാ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തെ വചനം പഠിപ്പിക്കാൻ നമുക്കറിയാം. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിന്റെ ദയയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. ഈ സമയം പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം നമ്മൾ സഹായം ചോദിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഹല്ലേലൂയ. അതിനു മുമ്പ് ആത്മാവിൽ ഒരു കാര്യം പറയാൻ തോന്നിപ്പിക്കുന്ന ഇതാണ് സഹോദരങ്ങളെ. ഇപ്പോൾ ഈ ലൈവ് ടെലികാസ്റ്റ് ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ടാവും. ഹല്ലേലൂയ. സ്നാപക യോഹന്നാന്റെ കയ്യിൽ നിന്ന് സ്നാനം സ്വീകരിക്കണമെന്നുള്ളത് ഫരിസേയരെ കുറിച്ച് നിയമജ്ഞരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമായിരുന്നു, ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. എന്നാൽ അവർ തങ്ങളെ പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു എന്ന് ലൂക്കായുടെ സുവിശേഷത്തിലും കർത്താവ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട സ്നാനം സ്വീകരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. ആരെക്കുറിച്ച്? നിയമജ്ഞരെ പരിസരെ കുറിച്ച്. എന്നാൽ അവരത് നിരസിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുന്നത് പോലെ ഈ ലൈവ് ടെലികാസ്റ്റ് ശുശ്രൂഷയിൽ ഇപ്പോൾ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുന്നത് പോലെ തന്നെ സംബന്ധിക്കുന്നത് ദൈവം തീരുമാനിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ടാവും. പക്ഷേ പിശാച് ചിലപ്പോൾ അവരെ കബളിപ്പിച്ച് കളയും. അവർക്ക് പറയാം ഹല്ലേലൂയ. പിശാച് ചിലപ്പോൾ അതിനകത്ത് തടസ്സങ്ങൾ സൃഷ്ടിക്കും. ചിലപ്പോൾ ആ തക്ക സമയത്ത് എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒന്ന് മറന്നുപോയി, അങ്ങനെ എന്തെങ്കിലും പലതരത്തിൽ സാത്താൻ അതിനൊന്ന് മാറ്റുക, ആ ദൈവഗതത്തെ അങ്ങനെ നിരസിച്ച് കളയാൻ സാത്താൻ കെണിയൊരുക്കും. അതുകൊണ്ട് ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ദൈവം ചെയ്യുന്ന കാര്യം, അതായത് നമ്മളിലൂടെയാണ് ദൈവം ആത്മാക്കളെ നേടാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ വചനം നമുക്കറിയാം. പാപിയെ തെറ്റായ മാർഗ്ഗത്തിൽ പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യുന്നു, സ്വന്തം ആത്മരക്ഷ ഉറപ്പാക്കുന്നു എന്ന സൂചനയുള്ള വചനം യാക്കോബ് 5-ലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം നമുക്ക് ചില ആൾക്കാരെ കർത്താവ് തോന്നിപ്പിക്കും, ഇന്നയാളെ ഫോൺ വിളിക്കണം, ഇന്നയാളെ പെട്ടെന്ന് അറിയിക്കണം. ഈ ലൈവ് ടെലികാസ്റ്റ് ശുശ്രൂഷ അവരെ സംബന്ധിക്കുന്നത് ശരിയാണ്, അത് നല്ലതായിരിക്കും എന്ന് നമ്മുടെ ഉള്ളിൽ ആത്മാവ് തോന്നിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ തോന്നൽ അനുസരിച്ച് അവരെ വിളിച്ചാൽ അപ്പം തന്നെ ദൈവം നമ്മുടെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റും. അവർക്ക് പറയാം ഹല്ലേലൂയ. നമ്മൾ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മുടെ ആത്മാവ് സ്വർഗത്തിന്റെ ആത്മാവായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ആത്മാവ് തോന്നിപ്പിക്കും. അങ്ങനെ ആത്മാവ് തോന്നിപ്പിക്കുന്ന അവരെ പെട്ടെന്ന് വിളിക്കുന്നത് നല്ലതാണ്. അവരൊന്ന് ഫോൺ വിളിച്ചതാ ലൈവ് ടെലികാസ്റ്റ് ശുശ്രൂഷ തുടങ്ങിയിട്ടുണ്ട്, റെഡി ആകുക, പെട്ടെന്ന് തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഐഡിയൊക്കെ പറഞ്ഞെടുത്ത് പെട്ടെന്ന് ആ ശുശ്രൂഷയിലേക്ക് അവരൊന്ന് ക്ഷണിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ എന്തായാലും ഒരാളെങ്കിലും വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ സഹോദരങ്ങൾ 10,000 ആൾക്കാർ ഇപ്പോൾ ശുശ്രൂഷയ്ക്ക് വെൽക്കം ചെയ്യും. കാരണം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ അത്രയും പേരാണ് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ വിളിച്ചാൽ തന്നെ എത്ര പേരായിരുന്നു കൂട്ടി നോക്കിയാൽ. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിച്ച് പരിശുദ്ധാത്മാവ് എല്ലാ ശുശ്രൂഷ ഏറ്റെടുക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ബുദ്ധിമുട്ടാവില്ല, എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കാലഘട്ടത്തിലുള്ളവ ചെയ്യേണ്ടത് കർത്താവിൻ്റെ വരവിന് വേണ്ടി തൻ്റെ ജനത്തെ ഒരുക്കുകയാണ്. സ്നാപക യോഹന്നാൻ ചെയ്ത കാര്യം എന്താ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? സ്നാപക യോഹന്നാൻ ചെയ്തതുപോലെ ഒരുക്കണം. കർത്താവ് ഇന്നോ നാളെ വരുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് യേശയ്യാ പ്രവാചകനിലൂടെയും ജെറമിയ പ്രവാചകനിലൂടെയും ബൈബിളിലെ സകല പ്രവാചകന്മാരിലൂടെയും സ്നാപക യോഹന്നാൻ വരെയുള്ള ലോക സൃഷ്ടിക്ക് ശേഷം ഉള്ള എല്ലാ പ്രവാചകന്മാരിലൂടെയും മനുഷ്യൻ്റെ പാപത്തിന് ശേഷമുള്ള ഇന്ന് അവർ ജീവിച്ച മുഴുവൻ പ്രവാചകന്മാരിലൂടെയും യേശു ലോകത്തെ ഒരുക്കി. അതിനുശേഷമാണ് യേശു ഈ ഭൂമിയിലേക്ക് ആഗതനായത്. ഇനി പ്രിയപ്പെട്ട ഇതുപോലെ തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് അതാത് കാലഘട്ടത്തിലുള്ളവർ അതാത് കാലഘട്ടത്തിലുള്ള ജനത എങ്ങനെ ഒരുക്കി കർത്താവിൻ്റെ ആഗമനത്തിലേക്ക് എത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. സ്വർഗത്തിൻ്റെ അഗ്നിയായ പരിശുദ്ധാത്മാവാണ് സഹായിക്കുന്നത്. അതാണ് അപ്പസ്വരന്മാരെ തീ നാവുകളായി പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ലോകത്തെ ഒരുക്കി. പാതിരേപ്പയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പാതിരേപ്പയിൽ ലോകത്തെ ഒരുക്കി. ജോൺ മരിയ വിയാനിയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ജോൺ മരിയ ലോകത്തെ ഒരുക്കി. ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നതിന് ഒരു സൂചന ഇതാണ്: ലോകത്തെ ഒരുക്കുക. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തെ മുഴുവൻ ഒരുക്കുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തി അഭിഷേകം നമുക്ക് തരുന്നതിന് വേണ്ടി ഉറക്കെ ഒരുമിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 റിയ 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 ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഭക്തി അഭിഷേകത്തെ അയക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ലൈവ് ടെലികാസ്റ്റുകൾ ഒരുക്കിയിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും പരിശുദ്ധാത്മാവെ ഇപ്പോൾ വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവെ, ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന 10,000 അനുഗ്രഹിക്കണമേ. ടെലികാസ്റ്റുകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇതോ കർത്താവ് രണ്ടാമത്തെ ആഗമനം വരെ ഈ ശുശ്രൂഷ കാണാനിരിക്കുന്ന ഓരോരുത്തരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വട്ടാരച്ചന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, ഷൈനേച്ചന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സോജിയച്ചന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, സാജുച്ചന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, ആനന്ദിച്ചന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ് ദൈവമേ, സോജി ഓലിക്കൽച്ചന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, സെബാസ്റ്റ്യൻ ക്രിസ്ത്യച്ചന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, ജോസ് ആലിച്ചന്റെ കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നു. ശരിയാലുള്ള എല്ലാ വൈദ്യരെ കൂട്ടായ്മ ഇപ്പോൾ പ്രാർത്ഥിക്കുക. നടുവത്താനെ കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും കർത്താവെ പിതാക്കന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ചേക്ക മനത്തോടത്ത് പിതാവിന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, സഭയുടെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, സഭയുടെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, മെത്രന്മാരുടെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, അഭിമുഖ പിതാക്കന്മാരുടെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിന്റെ സകല വിശുദ്ധരെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, സകല ശക്തദാസരുടെ കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, യേശുപിതാവിന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, വലിയ ശക്തിയായി, വലിയ അഭിഷേകമായി, വലിയ കൃപയായി ഇപ്പോൾ ഞങ്ങളിലേക്ക് ആവസിക്കണമേ. കൈകളടിച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം കൈകളടിച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം നോക്കി അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാ, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയാ, അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാ, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയാ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. കൈകൾ ഉയർത്തി കൈയടിച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം കരങ്ങൾ താഴ്ത്തി അടിച്ച് സ്ക്രീനിലെ വരികളെ, പാട്ടുകളുടെ വരികളിലൊക്കെ നോക്കി നല്ല സന്തോഷത്തോടെ ആടി പാടി പ്രാർത്ഥിക്കുന്ന, സ്ക്രീനിൽ നോക്കി വരികൾ നോക്കി പാടാം. യേശുവിൻ വരവിൻ സമയമതാ, അവൻ ലോകത്തെ മുഴുവൻ ഉണർത്തുകയായി. യേശുവിൻ വരവിൻ സമയമതാ, അവൻ ലോകത്തെ മുഴുവൻ ഉണർത്തുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാ. ഒരുമിച്ച് തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ കൈകൾ ഉയർത്തി കൈയടിച്ച്
അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും ഒരുമിച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. വീണ്ടും കരങ്ങൾ താഴ്ത്തി അടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും കൈയടിച്ച് അടുത്തുക്കുന്ന വ്യക്തികളെയൊക്കെ നോക്കുന്ന പുഞ്ചിരിച്ച് കുടുംബാംഗങ്ങളെയൊക്കെ നോക്കി സഹോദരങ്ങളെയൊക്കെ നോക്കി വലിയ സന്തോഷത്തിന് വലിയ ഉണർവോടെ അന്ധന്മാരും മുണ്ടന്മാരും ചെങ്കടന്മാരും ബുദ്ധിമുട്ടുള്ളവരും പരിശുദ്ധാത്മാവിൽ ശക്തി അഭിഷേകം പുണ്യതല പ്രാപിക്കട്ടെ. കണ്ണുകൾ കാണാത്തവർ കാണും, ഉണർന്നുള്ളവരോ കുതിച്ചുയരും. കണ്ണുകൾ കാണാത്തവർ കാണും, ഉണർന്നുള്ളവരോ കുതിച്ചുയരും. യേശുവിൻ ശക്തി കവിഞ്ഞൊഴുകി രോഗികൾക്കെല്ലാം സുഖം പകരും. ഒരുമിച്ച് യേശുവിൻ ശക്തി കവിഞ്ഞൊഴുകി രോഗികൾക്കെല്ലാം കൈകൾ ഉയർത്തി കൈയടിച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും വലിയ സന്തോഷത്തോടെ അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെ പതിക്കുകയാണ്, അഗ്നിജ്വാലകളെ നിറയുകയാണ്. അഗ്നിനാവുകളെ പതിക്കുകയാണ്, അഗ്നിജ്വാലകളെ നിറയുകയാണ്. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. വീണ്ടും കൈകൾ താഴ്ത്തി അടിച്ച് ഒന്ന് ചുറ്റും തിരിഞ്ഞ് എല്ലാരെയൊക്കെ നോക്കി എല്ലാരെയൊക്കെ അഭിവാദ്യം ചെയ്ത് ചുറ്റുമുള്ളവരെയൊക്കെ നോക്കി സന്തോഷിച്ച് 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 യേശുവിൻ വരവിൻ സമയമതാ, അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. യേശുവിൻ വരവിൻ സമയമതാ, അവൻ ലോകത്തെ മുഴുവൻ ഉണർത്തുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും വലിയ അഭിഷേകത്തോടെ അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. സന്തോഷിച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും കൈകൾ അഭിഷേകം. വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വേഗത്തിൽ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവാണ് വചന ശുശ്രൂഷ അഭിഷേകം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് വചനം നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് വ്യാഖ്യാനിക്കാൻ കൃപ നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് വചനം വിതയ്ക്കുന്നത്. പരിശുദ്ധാത്മാവാണ് വചനം മുളപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം, വചനത്തിൻ്റെ വലിയൊരു കൃപ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ട് കാര്യങ്ങളെ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവെ വചനം കേൾക്കാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ, ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ കർത്താവേ, ഇപ്പോൾ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഓരോ ദാസന്മാർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന് അത്ഭുതകരമായ അഭിഷേകം ഇപ്പോൾ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരും സ്തുതിച്ച് പ്രാർത്ഥിച്ചോളുക. ഓരോരുത്തരും ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓരോരുത്തരും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുക. മനസ്സിന്റെ മരവിപ്പ്, മനസ്സിന്റെ ക്ഷീണം, മനസ്സിന്റെ ഭാരം, പലതരത്തിലുള്ള പൈശാചിക പീഡകൾ, ദുർദർശങ്ങൾ, വചനം കേൾക്കാൻ പറ്റാത്ത വിധം ഹൃദയം കണ്ണുപോയ അവസ്ഥകളെല്ലാം ഇപ്പോൾ യേശുവെ അവിടുന്ന് അത്ഭുതകരമായ
ശക്തമായ കരം നീട്ടി ആശീർവദിച്ച് ബന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഹൃദയത്തിന്റെ ഭാരം, ദുഃഖം, നിരാശ, സങ്കടം, വേദന, മരിച്ച മുതൽ ചിന്തകൾ, ദുർദർശങ്ങൾ, പൈശാചിക പീഡകൾ, രോഗപീഠകൾ എല്ലാം കർത്താവേ അവിടുത്തെ അത്ഭുതകരമായ വചന ശക്തിയാൽ ഇപ്പോൾ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. തടസ്സങ്ങളെല്ലാം മാറട്ടെ. വലിയ കൃപയുടെ അഭിഷേകം തുറക്കട്ടെ. വചനത്തിന്റെ ചെയ്തിട്ട് ഓരോ ദാസിദാസന്മാരിലും നിറയട്ടെ. ഉന്നതകരമായ പരിശുദ്ധാത്മാരുടെ അഭിഷേകം ഓരോ ദാസിദാസന്മാരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വചനം കേൾക്കുമ്പോൾ അനുതാപ കണ്ണുനീര് വരുമാറ് പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുക. വചനം കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസ സംഭവിക്കുന്ന സകലവിധം അവിടുത്തെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഈ സമയത്ത് പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നൽകുവാൻ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ വചന ശുശ്രൂഷ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുക. വലിയ മാനസാന്തരത്തിന് അഭിഷേകം നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരങ്ങളും ഈ സമൂഹത്തെ വർഷിക്കുവാൻ പരിശുദ്ധാത്മാവേ അവിടുന്ന് വ്യാപരിക്കണമേ. രോഗശാന്തി യേശുവിൻ തിരുനാമത്തിൽ കർത്താവേ, അത്ഭുതങ്ങളും രോഗശാന്തി യേശുവിൻ തിരുനാമത്തിൽ കർത്താവേ സാധ്യമായ ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ സാധ്യമായ ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ സ്ലീഹന്മാരിൽ നിറഞ്ഞ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ഞങ്ങളിൽ വന്നു നിറയണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടത്ത് മലം നിൽക്കുന്നവർക്ക് സന്തോഷത്തോടെ സ്തുതിയല്ല. നമുക്കിരിക്കാം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് നമ്മുടെ സമ്പൂർണ്ണ ബൈബിള്, നമ്മുടെ നോട്ട്ബുക്കൊക്കെ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. ഓരോ വചനം കേൾക്കുമ്പോൾ ഇത് എഴുതിയെടുത്ത് കഴിയുമ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറും. ഞാൻ ഓർക്കാണ്, ഞാൻ പണ്ട് ധ്യാനകൂടനൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് അന്ന് കിട്ടിയ ഒരു വചനമൊക്കെ ഇന്ന് എൻ്റെ ജീവിതത്തെ മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് വചനങ്ങളൊക്കെ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവാനുഭവം ഉണ്ടാകാൻ എന്തു ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാനുഭവം ഉണ്ടാകാൻ എന്തു ചെയ്യണം. അനേക ആൾക്കാർ പലപ്പോഴും ധ്യാനം കൂടാനൊക്കെ വരുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ മെയിൽ അയക്കുമ്പോൾ പറയാറുണ്ട്, അച്ഛാ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു അനുഭവവും ഉണ്ടാകുന്നില്ല.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നിങ്ങനെയാണ്, ഞാൻ അച്ഛാ ഒരുപാട് ധ്യാനം കൂടിയിട്ടുണ്ട്. ധ്യാനം കൂടാൻ ചെല്ലുമ്പോൾ എല്ലാവർക്കും ദൈവാനുഭവം ഉണ്ടാവും, എല്ലാവരും സാക്ഷ്യം പറയും. ഞാൻ ഒരു പ്രാവശ്യം എങ്ങനെ എൻ്റെ പേരെങ്കിലും കർത്താവെന്ന് വിളിച്ച് പറയണമെന്ന് ആഗ്രഹിച്ച, പക്ഷെ ഇന്നേ വരെ എനിക്കൊരനുഭവം ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. പറക പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിങ്ങനെയാണ്, ദൈവം എന്നെ കൈവിട്ടെന്ന് തോന്നണത്, ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് തോന്നണം. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ ധ്യാനത്തിൻ്റെ സമാപന ദിവസം പോലും ചിലപ്പോൾ ചില ആൾക്കാർ അങ്ങനെ വന്ന് പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവാനുഭവത്തെ എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഒരു തിരുവചനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വാക്യം ഈ ഒരു കാര്യം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 17-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ ബൈബിളൊക്കെ എടുത്ത് നമുക്ക് ആ വചനം ഇന്ന് സ്ക്രീനിൽ നോക്കി നന്നായിട്ട് ഉറക്കി അങ്ങ് വായിക്കാം. ഒരുമിച്ച് ചേർന്ന് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കാം. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയാണ്, അവിടുന്ന് നമ്മളാരിൽ നിന്ന് അകലെയല്ല. ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിലത്തെ 26-ാമത്തെ വാക്യം കൂടെ വായിച്ചാലാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. 27-ാമത്തെ വാക്യം നമ്മൾ വായിച്ച് 26-ാമത്തെ വാക്യം കൂടെ ഉറക്കെ വായിക്കണം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബൈബിൾ നോക്കി വായിക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി വായിക്കാം. ഉറക്കെ വായിച്ചോ. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ഈ ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ അമേരിക്കയിലാണെങ്കിലും, നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും, നമ്മൾ യുകെയിലാണെങ്കിലും, നമ്മൾ ഓസ്ട്രേലിയയിലാണെങ്കിലും, നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും, നമ്മൾ എവിടെയാണെങ്കിലും ഈ ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കുവാൻ വേണ്ടി അവിടുന്ന് നമുക്ക് ജന്മം നൽകി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, അവർക്ക് ഓരോരുത്തർക്കും വിഭിന്ന കാലങ്ങളും വിഭിന്ന അവസ്ഥകളും വിവിധ തരത്തിലുള്ള സാഹചര്യങ്ങളും ദൈവം നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെയാണ് വചനത്തിൽ വെളിപ്പെടുന്നത്. വിഭിന്ന കാലങ്ങൾ, വിഭിന്ന അവസരങ്ങളും വിഭിന്ന തരത്തിലുള്ള കാര്യങ്ങളും ദൈവം നിശ്ചയിച്ചു കൊടുത്തു. അപ്പൊ ദൈവത്തിന് നിശ്ചയമുണ്ട് എന്ന് പറഞ്ഞാൽ പലർക്കും പലതരത്തിലുള്ള അവസ്ഥകളിലൂടെ ദൈവം കടത്തിവിടാം. വിഭിന്ന കാലങ്ങൾ, പല കാലങ്ങളും ദൈവം കടത്തിവിടാം. ചിലപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിലർക്ക് സാമ്പത്തികമായി നല്ല ഐശ്വര്യത്തിൻ്റെ ഒരു കാലഘട്ടം, വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ പരാജയത്തിൻ്റെ ഒരു കാലഘട്ടം, വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം പഠനം, ജോലി എല്ലാത്തിലും വിജയം, ചില ചിലർക്ക് തൊടുന്നിടത്തെല്ലാം പരാജയം, വേറെ ചിലർക്ക് രോഗം, വേറെ ചില ആൾക്ക് നല്ല ആരോഗ്യം, ചില ആൾക്ക് കുടുംബജീവിതത്തിൽ നല്ല സന്തോഷം, ചില കുടുംബജീവിതത്തിൽ ഒരുപാട് തകർച്ച. അപ്പോൾ പല കാലങ്ങളിലൂടെ വിഭിന്ന അവസ്ഥകൾ, വിഭിന്ന വാസഭൂമികൾ, വിഭിന്ന സ്ഥലങ്ങൾ, വിവിധ അനുഭവങ്ങൾ ദൈവം നിശ്ചയിച്ച് കൊടുത്തു. എന്നിട്ട് പറയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി ദൈവം നിശ്ചയിച്ചു കൊടുത്തത്? അതാണ് 27-ാമത്തെ വാക്യം. ഇത് ഒരു പക്ഷേ അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും, ബാക്കി വായിച്ചോ, അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത വാക്യം, എങ്കിലും അവിടുന്ന് നമ്മൾ ആരിൽ നിന്ന് അകലെയല്ല. പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച് നൽകുന്ന ഓരോ അനുഭവങ്ങൾക്കും പുറകിൽ ഒരു ദൈവാനുഭവം ഉണ്ട്. ദൈവം നമുക്ക് നൽകുന്ന ഓരോ അനുഭവങ്ങൾക്കും പുറകിൽ ഒരു ദൈവാനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഈ കാര്യം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. സഭാപ്രസംഗന്റെ ബുക്ക് ഓഫ് എക്ലേസിയാസ്റ്റിക്കസ് ചാപ്റ്റർ 3, അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സഭാപ്രസംഗന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ
1 മുതലുള്ള തിരുലിഖിതങ്ങൾ. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുലിഖിതങ്ങൾ. ആ വചനം നമുക്ക് വായിക്കാം. അപ്പം അതിങ്ങനെ പഠിപ്പിക്കുന്നത്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അവങ്ങനെ പറഞ്ഞിട്ട് ആ വചനം തുടങ്ങുന്നത്. ഇനി നിങ്ങൾ സ്ക്രീനിൽ നോക്കി ഒരുമിച്ച് ഉറക്കി അങ്ങ് വായിച്ചോ. എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യങ്ങളിൽ നിന്നും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ വേറൊരു കാലം, ചിരിക്കാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ഇങ്ങനെ പല തരത്തിലുള്ള അവസ്ഥകൾ ശ്രമിക്കുക. ചിലപ്പോൾ യുദ്ധത്തിന് ഒരു കാലം, കുറേ കൊലപാതകങ്ങളുടെ ഒരു കാലം, കുറേ മരണങ്ങളുടെ ഒരു കാലം, പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു കാലം, ഇങ്ങനെ പലവിധ സംഗതികൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഓരോന്നും നടന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനകത്ത് ഇങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള ഞെരുക്കത്തിൻ്റെയും സഹനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും വേദനയുടെയും അതേസമയം അഭിവൃദ്ധിയുടെയും ഉയർച്ചയുടെയും കാലഘട്ടത്തിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ അവിടുന്ന് നമ്മിലാരിൽ നിന്ന് അകലെയല്ല. ഇതിന് പുറകിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. അതായത് ലോകത്തിൽ തിന്മ നടക്കുമ്പോൾ ആ തിന്മയ്ക്ക് പുറകിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സാത്താന്യൻ, ഒരു പിശാച് ഒരു തിന്മയുടെ പ്രവൃത്തി ചിലപ്പോൾ അനുവദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തിന്മയുടെ ശക്തിയാൽ ഒരു മനുഷ്യൻ ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുമ്പോൾ, ആ ദുഷ്പ്രവൃത്തിയുടെ പരിണിത പോലെ അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വന്നത് തിന്മയാണ്. പക്ഷേ ഇവന്റെ ആ അനുഭവത്തിന് പുറകിൽ ദൈവം നിൽക്കുന്നുണ്ട്. ആ ദൈവം അതിലൂടെ അവനൊരു പ്രത്യേക തരത്തിലുള്ള അനുഭവം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണം പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ മേഴ്സി, ഇയർ ഓഫ് മേഴ്സി, കരുണയുടെ വർഷത്തിന്റെ കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതായത് ഇപ്പോൾ ഭീകര ആക്രമണത്തിൽ രക്തസാക്ഷികളായി മരിക്കുന്നവർ ആ സെക്കൻഡ് തന്നെ സ്വർഗത്തിലേക്ക് എത്തുകയാണ്. പരിപൂർണ്ണ ദണ്ഡോപാധന പ്രാപിക്കാൻ കർത്താവ് നൽകുന്ന ഒരു രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് പരിപൂർണ്ണ ദണ്ഡോപാധന പ്രാപിക്കാൻ കർത്താവ് നൽകുന്ന ഒരു മാർഗമാണത്. യേശുവിന്റെ രക്തസാക്ഷിത്വം വഹിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊലപാതകം നടത്തുന്ന ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇത് അനുഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആത്മാവിന് അപ്പം തന്നെ സ്വർഗത്തെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം എനിക്കുണ്ടാകുന്നില്ല എന്നൊരു വ്യക്തി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഈ അനുഭവത്തിന്റെ പുറകിൽ നിൽക്കുന്ന ദൈവത്തിനെ കാണാൻ തക്കതിന് അവന് ഉൾക്കണ്ണ് തുറന്നിട്ടില്ല എന്നേ പറഞ്ഞതിന്റെ അർത്ഥം. അവർക്ക് പറയാം ഹല്ലേലൂയ. ഈ അനുഭവം, അതായത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവത്തിന്റെ പുറകിൽ നിൽക്കുന്ന ദൈവത്തെ കാണാൻ അവന്റെ ഉൾക്കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ല. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിത കാര്യമായി പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പെങ്ങൾ ജനിച്ചിട്ട് പിന്നെ കുട്ടികൾ ആരും ജനിച്ചില്ല. അപ്പോൾ അവർക്ക് എൻ്റെ മാതാക്കന്മാർ, എൻ്റെ അച്ഛനമ്മച്ചി കടയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കൊച്ചിന് വേണ്ട ഒരു ആഗ്രഹം അവർക്ക് ഹൃദയത്തിൽ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ധാരാളം പിള്ളേർക്ക് ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ കുട്ടികൾ ജനിക്കുന്നില്ല. കുട്ടികൾക്ക് ഒരു ആഗ്രഹിച്ചിട്ടും കുട്ടികൾ ജനിക്കുന്നില്ല. എന്നാൽ പെങ്ങളുടെ വിവാഹപ്രായമായി കഴിഞ്ഞപ്പോൾ, അതായത് പെങ്ങൾക്കൊരു ആ പ്രായത്തിൽ ഒരു 18 അല്ലെങ്കിൽ 20 വയസ്സ്, ആ സമയത്ത് കല്യാണം. ആ സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങൾ ജനിച്ചൊരു 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ എന്തായി? എന്നിട്ട് പിന്നെ ഞാൻ സെമിനാറിൽ ചേർന്ന വൈദികനായി. അപ്പോൾ ദൈവത്തിന്റെ ഓരോ പദ്ധതികളുണ്ട്. അതെൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇപ്പോൾ പുറകോട്ട് മറിഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ കുഞ്ഞുങ്ങൾ ജനിച്ച താമസിച്ച്? അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ ഇടപെടലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾക്ക് പുറകിൽ നിൽക്കുന്ന ദൈവത്തെ കാണാൻ തക്കവിധം നമ്മുടെ ഉൾക്കണ്ണ് തുറക്കുന്നതാണ് വാസ്തവത്തിൽ ദൈവാനുഭവം എന്ന് പറയുന്നത്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദിക്കാൻ അനുവാദമില്ല എന്ന വചനം വെളിപ്പെടുന്നത്. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 39 വേഴ്സ് 17. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാമത്തെ 17-ാമത്തെ വാക്യം നമുക്ക് സ്ക്രീനിൽ നോക്കി ഒരുമിച്ച് ഉറക്കെ വായിക്കാം, ചേർന്ന് വായിക്കാം. ഇതെന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. യഥാകാലം എല്ലാം വെളിവാകും. യഥാകാലം എല്ലാം വെളിവാകും.
ഇത് തന്നെ പ്രഭാഷകൻ 21-ാമത്തെ വാക്യത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ തന്നെ സെയിം അധ്യായത്തിൽ തന്നെ 21-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുന്നത്. 39-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം 39-21 നമുക്ക് ചേർന്ന് സ്ക്രീനിൽ നോക്കി ഒരിക്കൽ കൂടി ഒരുമിച്ച് ഉറക്കെ വായിക്കാം. ചേർന്ന് നല്ല പവറായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഉറക്കി അങ്ങ് വായിക്കാം. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത നിയോഗത്തിനാണ്. കണ്ടോ, ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. ഓരോന്നും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഓരോ അനുഭവങ്ങൾ ദൈവം നിശ്ചയിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തകർ 17:27 പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും പറയാണ് ഓരോന്നൊരു നിശ്ചയമുണ്ട്. യഥാകാലം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതെല്ലാം എന്തിനെന്ന് വെളിപ്പെടാൻ വേണ്ടി തുടങ്ങും. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ അവസ്ഥകളോടെ കടത്തി വിടുമ്പോൾ ആ അവസ്ഥകൾക്കെല്ലാം പുറകിൽ നിൽക്കുന്ന ദൈവത്തെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവാനം ഉണ്ടാകുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം. മോശ ഈജിപ്തിൽ ചിന്തിക്കുന്ന കാര്യം ചിന്തിക്കുക. മോശ ഈജിപ്തിൽ ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ആ ഹെബ്രായരും അല്ലെങ്കിൽ യഹൂദരും അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയും ഈജിപ്തുകാരും തമ്മിൽ ഒരു അടിപൊളി ഉണ്ടായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു വാക്കാരുണ്ടായ സാഹചര്യത്തിൽ മോശ കയറി മട്ടുകൊണ്ട് ഒരു അടി വെച്ച് കൊടുത്തു. അത് കൊല്ലാൻ വേണ്ടി അടിച്ചതൊന്നല്ല, മോശ ഒരു അടി വെച്ച് കൊടുത്ത്. അടിച്ചപ്പോ മോശക്ക് നല്ല ആരോഗ്യം, അവൻ മരിച്ചുപോയി. അത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്താ സഹോദരൻ അതിന്റെ പ്രത്യേകത നിങ്ങൾ നോക്ക്. ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ട എന്നിട്ട് മോശ പിന്നെ ഓടേണ്ടി വന്ന് മോശ മിദ്യാനിലേക്ക് ഓടിച്ചോടി എത്ര വർഷക്കാലം ആ അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചോണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ മോശ ചിന്തിക്കാം, കർത്താവെ ഞാനത് കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, ഞാനൊരു ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി തല്ലു കൊടുത്തതല്ലേ ഉള്ളൂ. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം മോശയെ വിളിച്ച് പറഞ്ഞു, നീ ഇപ്പോൾ ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോവുക, എന്നിട്ട് എൻ്റെ ജനതയെ ഒന്ന് കൊണ്ടുവരിക. ഈ മരുഭൂമിയിലൂടെ 40 വർഷക്കാലം പ്രിയപ്പെട്ട സഹോദരൻ, ഈ മരുഭൂമിയിലുള്ള ഈ ട്രെയിനിങ് ആണ്. ഈ മരുഭൂമിയിലൂടെ ഈ ജനത്തെ നയിക്കുമ്പോൾ മോശയ്ക്ക് പരിശീലനമായത് ആ മുൻകാലങ്ങളിൽ അമ്മായിപ്പൻ്റെ ആടുകളുമായിട്ട് മരുഭൂമിയിൽ നടന്ന കാലഘട്ടത്തെക്കുറിച്ച് ആ ട്രെയിനിങ് ആണ് മോശയെ ജനത്തെ നയിക്കാൻ തക്കവിധം ശക്തനാക്കി തീർത്തത്. അപ്പോൾ അനേക വർഷങ്ങൾക്ക് ശേഷം മോശയ്ക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവം എനിക്കൊരു പരിശീലനം തരാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്യുന്ന. എത്രയോ വർഷങ്ങൾക്ക് ശേഷം മോശയ്ക്കത് മനസ്സിലാകുന്നത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. മനസ്സൊന്ന് പറയാം ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഹോദരൻ പുറപ്പാടിന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ഈ കാര്യം പരിശുദ്ധാത്മ വെളിപ്പെടുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അവിടെ ഇസ്രായേൽ ജനത്തെ കർത്താവ് വിട്ടയക്കുന്ന ഭാഗമാണ്. നമുക്ക് സ്ക്രീനിൽ നോക്കി വായിക്കാം, ചേർന്ന് ഒരുമിച്ച് വായിക്കാം. ദൈവം ജനത്തെ മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കടലിനു നേരെ നയിച്ചു. ഇനി അതിന്റെ 17-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ അർത്ഥം പൂർണ്ണമാകുള്ളൂ. തൊട്ട് മുകളിലെ 17-ാമത്തെ വാക്യം കൂടെ നമുക്ക് ചേർന്ന് വായിക്കാം. 17-ാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിക്കാം. വായിച്ചേ. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെയല്ല ദൈവം അവരെ നയിച്ചത്. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പ വഴിയെങ്കിലും ദൈവം അതിലെ അല്ല അവരെ വിട്ടയച്ചു. പിന്നെയോ അവരെ മരുഭൂമിയിലൂടെ ചെങ്കടലിന് നേരെ വിടുക. സഹോദരൻ, ചില കൃഷ്ണമാർഗങ്ങളിലൂടെ ചില ദുർഘട വഴികളിലൂടെ ദൈവം കാട്ടുന്നു. പക്ഷേ അവിടുന്ന് അപ്പോസ്തലർ 17-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവിടുന്ന് ആരും നമ്മൾ അകതിയല്ല. ഈ ചെങ്കടലിന് മുമ്പിൽ പോയി നിൽക്കുമ്പോ ദൈവം അവിടെ ഉണ്ടെന്നേ. ഈ മരുഭൂമിയിൽ ചൂടത്തോടെ പോകുമ്പോൾ ദൈവം മേഘത്തള്ളായി കൂടി ഉണ്ടെന്ന്. ദാനിയേലിനടുത്ത് സിംഹക്കുഴിയിൽ ഇടുമ്പോൾ ആ സിംഹക്കുഴി ദൈവം നിൽക്കുന്നുണ്ടെന്ന്. സോസനെ കൊല്ലാൻ വേണ്ടി ന്യായാധിപ കൊണ്ടുപോകുമ്പോൾ ദൈവം കൂടി ഉണ്ടെന്ന്. പത്രോസിനെയും പൗലോസിനെയും പീഡിപ്പിക്കപ്പെട്ട സമയത്ത് കാരാഗൃഹത്തിൽ ദൈവം കൂടിയുണ്ട്. അതേസമയം പത്രോസിനെ റോമിൽ തലകിടെ ക്രൂശിക്കപ്പെടുമ്പോഴും പൗലോസിനെ വാളിന്റെ വെറ്റേറ്റ് മരിക്കുമ്പോഴും അപ്പോഴും ദൈവം കൂടിയുണ്ട്. കാരണം അവർ ആത്മാവിനെ സ്വർഗ്ഗത്തേക്ക് കൊണ്ടുപോകാൻ നോക്കാം. യെസബാനസ് വചനം പ്രഘോഷിച്ചപ്പോൾ ഒരുപാട് നന്മയുണ്ടായി. യെസബാസിനെ കല്ലെറിഞ്ഞ് കൊണ്ടപ്പോൾ സ്വർഗം കൂടെ നിൽക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാനുഭവം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഓരോ അനുഭവങ്ങൾ പുറകെ നിൽക്കുന്ന
ദൈവത്തെ കാണാൻ തക്ക വിധം നമ്മുടെ ഉൾക്കണ്ട തുറക്കുന്നതാണ് വാസ്തവത്തിൽ ദൈവാനുഭവം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കരങ്ങളും തുറന്നു പിടിക്കുക. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിൽ ആത്മാർത്ഥമായിട്ടൊന്ന് ആത്മശോധന ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തെ ദൈവം നൽകി ഇന്ന് നിന്റെ ജീവിതാവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ശരി, കർത്താവ് നമ്മളിൽ നഗരയല്ല, അവരെ നമ്മുടെ കൂടെയുണ്ട്. അവനെ കാണാൻ സാധിച്ചാൽ നമുക്ക് വലിയ ദൈവാനുഭവമായി. നമ്മുടെ ജീവിതത്തെ ഒരേ കാണാൻ അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അയാൾ കണ്ടുമ്പോൾ നമ്മൾ ആഹ്ലാദത്തോടെ പല വാക്കുകൾ പറയും. തേടിയ വലിയ കാലയെ ചുറ്റി പല കാര്യങ്ങൾ പറയും. എന്നാൽ നമ്മൾ പറയേണ്ടത്, ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയ ആളെ ദൈവം എൻ്റെ മുൻപിൽ ഇതാ കാണിച്ചു തന്നിരിക്കുന്ന പറയുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തെ ദൈവാനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനഃപൂർവ്വം നമ്മൾ തിന്മ ചെയ്തതിനോ കൂടെ ഉണ്ടാകുന്ന അനുഭവം അല്ലാതെ നമ്മൾ നന്മ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന എല്ലാ അനുഭവങ്ങൾക്കും പുറകിൽ ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. നമുക്ക് മറ്റുള്ളവർ മനഃപൂർവ്വം തിന്മ ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ അവിടെ ആ സംഭവത്തിൽ ദൈവം കൂടെ നിൽക്കും. അവർക്കെതിരായിട്ടായിരിക്കും, പക്ഷെ നമുക്ക് നന്മയായിട്ടായിരിക്കും ദൈവം കൂടെ നിൽക്കുക. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധി ഉയർത്തിപ്പിടിച്ച് എൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം ഇല്ലാതെ എന്ന് പറഞ്ഞ് പോയ ഓരോ കാലഘട്ടങ്ങൾ ഓർത്ത് അനുദപിച്ച് കർത്താവെ, മുൻ അനുഭവങ്ങളിൽ മുഴുവൻ ദൈവാനുഭവം കാണാൻ, വരും അനുഭവങ്ങളിൽ ദൈവാനുഭവം കാണാൻ തക്ക വിധം ഞങ്ങൾ ഉൾക്കണ്ണ് തുറക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കം സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ഹല. കരങ്ങൾ നന്നായി ഉയരട്ടെ, ഹൃദയം നന്നായി ഉയരട്ടെ, മനസ്സ് നന്നായി ഉയർന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, യോഹന്നാൻ 24-ാമത്തെ അധ്യായത്തിൽ കർത്താവ് അപ്പസ്തോലന്മാരുടെ കണ്ണുകൾ കർത്താവ് തുറന്നു എന്നുള്ള വചനം ഇപ്പോൾ ഞങ്ങൾ ഓർക്കാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിന് 6-ാമത്തെ അധ്യായത്തിൽ എലീഷ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കർത്താവ് ദൂതന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടെന്ന് വചനമുണ്ടല്ലോ. കർത്താവേ, ഓ കർത്താവായ ദൈവമേ, എഫേസസ് ലേഖനത്തിൽ കർത്താവെ അവിടുന്ന് 18-ാമത്തെ വെളിപ്പെടുന്നുണ്ട്. കർത്താവ് നിന്റെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കുമെന്ന്. ഓ കർത്താവെ, ഇപ്പോൾ വചനശോധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. ദൈവാനുഭവം കാണാൻ തക്ക ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. വലിയ അഭിഷേകം നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് വലിയ ആത്മാവിന്റെ അഭിഷേകത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൃപ തുറക്കപ്പെടാൻ വേണ്ടി ഒരുമിച്ച് ഉറക്ക കൈകൾ ഉയർത്തി വിളിച്ചിട്ട് പരിശുദ്ധാത്മാവേ, 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 ഒരുമിച്ച് ഉറക്കെ പരിശുദ്ധാത്മാവേ, ഹല 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 ഹല. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ അനുഭവവും ദൈവാനുഭവമാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സാംശീകരിച്ചെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈ 3 വചനങ്ങൾ ഓർത്തിരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ? പുറപ്പാട് 13, അപ്പസ്തോലപ്രവൃത്തി 17, പ്രഭാഷകൻ 39, സഭാപ്രസംഗൻ 3. ഈ 3 വചനങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ക്ലിഷ്ടമാർഗങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കണ്ണുകൾ കൊണ്ട് കാര്യങ്ങൾ നോക്കി കാണാൻ കർത്താവ് അനുഗ്രഹിക്കും. ആരൊക്കെ പറയാം ഹല്ലേലൂയ? ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ, മറനാഥാ. Come, Lord Jesus.